ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടതുപോലുള്ള ഒരു കുഞ്ഞു തോക്കുണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. കുറച്ച് കട്ടിയുള്ള ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇതുപോലെ ഒരു കുഞ്ഞു പൈപ്പ് വേണം, PVC പൈപ്പാണ്. പിന്നെ ഇത് അടുക്കളയിലൊക്കെ ഗ്യാസൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററാണ്. ഒരു പഴയ ലൈറ്റർ എടുത്താൽ മതി, പക്ഷേ സ്പാർക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ ആ കുപ്പിയുടെ പിറകു ഭാഗത്ത് ആ ലൈറ്റർ അകത്തേക്ക് കിടക്കുന്ന രീതിയിൽ ഒരു ഹോൾസ് ഉണ്ടാക്കണം നമുക്ക്. അതിനായിട്ട് ഒന്നെങ്കിൽ സോൾഡറിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആണിയോ കമ്പിയോ മറ്റോ ഉരുക്കിയിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കിയാലും മതി കുപ്പി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഹോൾസ് ഉണ്ടാക്കിയാൽ മതി അവിടെ. അത് അതിൻ്റെ അകത്തേക്ക് കടന്നു പോകുന്ന രീതിയിൽ ഒരു ഹോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പകുതി ഭാഗം അകത്തും പകുതി ഭാഗം പുറത്തും ഉള്ള രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് അതേപോലെ തന്നെ അതിൻ്റെ കുപ്പിയുടെ അടപ്പിലും നമുക്കൊരു ഹോൾസ് ഉണ്ടാക്കണം. ആ ഹോൾസ് ആ കുഞ്ഞ് PVC പൈപ്പ് അകത്തേക്ക് കടക്കുന്ന രീതിയിൽ അത്ര വീതിയുള്ള ഹോൾസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സോൾഡറിങ് അയണോ കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് MCയിലാണ്. ഇത് കടകളിലൊക്കെ കിട്ടുന്നതാണ്. 10 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ടായിരിക്കും MCയിൽ ഉണ്ടാവുക. ഇത് രണ്ടും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ഉറപ്പ്, അതിൻ്റെ ആ ഒരു ബലം അതിന് കിട്ടുകയുള്ളൂ. അപ്പോൾ പശ നന്നായിട്ട് 2 പശയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഹോൾസ് ഉണ്ടാക്കി വെച്ച ആ കുപ്പിയുടെ അടപ്പിലേക്ക് ഞാൻ ആ പൈപ്പ് കയറ്റിയിട്ടുണ്ട്. എന്നാൽ അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഈ പശ ഒന്ന് ഇട്ട് കൊടുക്കാം. പശ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് എയർ ടൈറ്റ് ആയിട്ട് വേണം ഇടാൻ. അതായത് അതിൻ്റെ അകത്തെ വായു പുറത്തേക്ക് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ഇടാൻ. അതായത് അതിൻ്റെ ഇടക്ക് ഗ്യാപ്പുകളൊന്നും വരാൻ പാടില്ല എന്ന് ഇത്. അപ്പോൾ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ പിറകു ഭാഗത്ത് നമുക്ക് ആ പശ അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നേരത്തെ കാണിച്ചതുപോലുള്ള ആ ലൈറ്റർ ഒരു പകുതിയോളം ഭാഗം കുപ്പിയുടെ അകത്തേക്ക് കയറ്റി വെക്കാം. അതിനുശേഷം ആ ബാക്കി വരുന്ന ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് MCയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കറക്റ്റായിട്ട് ഒട്ടിക്കണം. അല്ലെങ്കിൽ ഈ ഗണ്ണ് ചിലപ്പോൾ വർക്കാവണം എന്നില്ല. അതിൻ്റെ അകത്തെ വായു പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്നത് വരെ വെക്കാം. ഒരു 4-5 മണിക്കൂർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളെ ഗണ്ണ് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ആ കുപ്പിയുടെ മുകൾ ഭാഗത്തെ അടപ്പ് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പേപ്പർ കീറിയെടുക്കാം. ആ പേപ്പർ നമുക്കൊരു ചുരുട്ടിയതിന് ശേഷം ഒരു കുഞ്ഞു ബോള് പോലെ ഉണ്ടാക്കിയെടുക്കാം. അതായത് ആ പൈപ്പിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ബോളാണ് ഉണ്ടാക്കേണ്ടത്. അത് കയറ്റുമ്പോൾ ശ്രദ്ധിക്കാം, നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. അത്രക്കും കയറ്റാൻ കുറച്ച് പാടുപെടും, പക്ഷെ അതാണ് നല്ലത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഗണ്ണ് വർക്കാവുള്ളൂ. ഇതുപോലെ കുറച്ച് അകത്തേക്ക് തന്നെ കയറ്റി വെക്കുക, എന്നാലേ ഇത് കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഇത് ഒരു സ്പ്രേ ആണ്. ഏത് സ്പ്രേ വേണമെങ്കിലും ഉപയോഗിക്കാം. ബോഡി സ്പ്രേയോ മറ്റേത് സ്പ്രേ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം. 1, 2, 3 തവണയാണ് ഞാനിപ്പോഴും അടിച്ചിട്ടുള്ളത്. 3 അതിലധികമോ പ്രാവശ്യം അടിക്കാം. അതിനുശേഷം വീണ്ടും അടപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ് ഒട്ടിച്ചതെങ്കിൽ ഇതിൻ്റെ അകത്ത് അടിച്ച ആ സ്പ്രേയുടെ ഗ്യാസ് അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടിയിട്ട് പേപ്പർ കയറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തല്ല, ഇതിൻ്റെ മറുഭാഗത്ത് ഈ ഭാഗത്ത് കൂടിയിട്ട് ഹോളിക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കളർ പൊടിയോ അല്ലെങ്കിൽ പേപ്പർ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.